ധാരാളം ദമ്പതിമാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത. യാതൊരുവിധ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ 1 വർഷമെങ്കിലും ദമ്പതിമാർ ഒരുമിച്ച് താമസിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതാണ് വന്ധ്യത എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ പരിശോധനകൾ നടത്തേണ്ടതാണ്. സ്ത്രീയുടെയോ പുരുഷന്റെയോ തകരാറുകൾ വന്ധ്യതയിലേക്ക് എത്തിക്കാം. സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകൾ, PCOD പോലെയുള്ള രോഗാവസ്ഥകൾ, അണ്ഡാശയ തകരാറുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ വന്ധ്യതയിലേക്ക് നയിക്കാം. ചില ദമ്പതിമാരിൽ ആദ്യം കുട്ടി ജനിച്ച ശേഷവും പിന്നീട് കുട്ടികൾ ഉണ്ടാകാതെ വരാം. ഈ അവസ്ഥയാണ് സെക്കൻഡറി സ്റ്റെറിലിറ്റി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വന്ധ്യതാ കാരണങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവയാണ്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് വന്ധ്യതാ നിരക്ക് വളരെ കൂടുകയാണ്. മാറിയ ആഹാര രീതികൾ, ജീവിത രീതികൾ, അതുപോലെ മാനസിക ഐക്യമില്ലായ്മയും വന്ധ്യതയുടെ നിരക്ക് ഉയർത്തുന്നു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമക്കുറവും PCOS, തൈറോയ്ഡ് തുടങ്ങിയ രോഗങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്നത് സ്ത്രീയുടെ വന്ധ്യതയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. സ്ത്രീ വന്ധ്യതയ്ക്ക് പ്രധാന കാരണം PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണ്. അണ്ഡവിസർജനം കൃത്യമായി നടക്കാത്തത് മൂലം ആർത്തവം നടക്കാതെ വരിക, ക്രമം തെറ്റിയുള്ള ആർത്തവം എന്നിവ ഈ അവസ്ഥയിൽ ഉണ്ടാകും. ഈ അവസ്ഥയിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. അതിനാൽ മുഖത്തും ശരീരഭാഗങ്ങളിലും അമിത രോമവളർച്ച ഉണ്ടാകാം. ഈ അവസ്ഥയിൽ രോഗിയെ സ്കാൻ ചെയ്ത് നോക്കിയാൽ അണ്ഡാശയത്തിൽ അനേകം സിസ്റ്റുകൾ ഉണ്ടാകാം. അതിനാലാണ് ഈ അവസ്ഥയ്ക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പേര് കിട്ടിയത്. ഇത്തരക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കഴുത്തിന്റെ പിൻഭാഗം, കക്ഷം, ഗുഹ്യഭാഗം എന്നിവിടങ്ങളിൽ കറുത്ത നിറമുണ്ടാകുന്നതും വളരെ സാധാരണമാണ്. രക്തത്തിൽ ഇൻസുലിന്റെയും ലൂട്ടിനൈസിങ് ഹോർമോണിന്റെയും അളവ് വളരെ കൂടുതലായിരിക്കും. ആഹാര രീതിയിലുള്ള മാറ്റങ്ങളാണ് PCOS കൂടുവാനുള്ള പ്രധാന കാരണം. കാലറി കൂടുതലുള്ള ഭക്ഷണങ്ങളായ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഫാസ്റ്റ് ഫുഡുകൾ എന്നിവ പാടെ ഒഴിവാക്കണം. റെഡ് മീറ്റ് പാടെ ഒഴിവാക്കി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കുക, വ്യായാമം ശീലമാക്കുക. വന്ധ്യതയുടെ 25 മുതൽ 35% കാരണം എൻഡോമെട്രിയോസിസ് എന്ന അസുഖമാണ്. ഗർഭാശയത്തിന്റെ ആന്തരിക കലയായ എൻഡോമെട്രിയത്തിന്റെ കട്ടി സാധാരണയിൽ നിന്നും കൂടുന്ന അവസ്ഥയിൽ മാസമുറ നീണ്ടുപോവുകയും മാസമുറ ഉണ്ടാകുമ്പോൾ രക്തസ്രാവം കൂടുതലുമായിരിക്കും. ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ വേദന എൻഡോമെട്രിയോസിസിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. എൻഡോമെട്രിയത്തിന്റെ കട്ടി കുറയുന്നത് മൂലം 15 മുതൽ 20 ദിവസങ്ങൾക്കുള്ളിൽ ആർത്തവം നടക്കുകയും രക്തസ്രാവം വളരെ കുറവുമായിരിക്കും. ഗർഭാശയ മുഴകളാണ് മറ്റൊരു പ്രധാന വന്ധ്യതാ കാരണം. ശരീരത്തിൽ FSH കൂടുന്നത്, അതായത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുന്ന അവസ്ഥയിൽ ആർത്തവ വിരാമത്തിൽ എന്ന പോലെ ഗർഭാശയ കലകൾ ചുരുങ്ങിപ്പോവുകയും അത് വന്ധ്യതയുടെ കാരണമാവുകയും അണ്ഡവിസർജനം നടക്കാതെ ഇരിക്കുന്നതും ഈ അവസ്ഥയിൽ സാധാരണമാണ്. ഗർഭാശയത്തിലും യോനിയിലും ഉണ്ടാകുന്ന അണുക്കളും സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമാകാം. ചില സ്ത്രീകളിൽ ഗർഭാശയ മുഖത്തു നിന്നുണ്ടാകുന്ന സ്രവങ്ങളിൽ പുരുഷ ബീജങ്ങളെ നശിപ്പിക്കുന്ന ആന്റിബോഡി ഉണ്ടാകാം. ഇത് വന്ധ്യതയുടെ മറ്റൊരു കാരണമാണ്. അണ്ഡവാഹിനി കുഴലിൽ ഉണ്ടാകുന്ന തടസ്സം വന്ധ്യതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നീ രോഗങ്ങളുടെ ഉപദ്രവങ്ങളായിട്ടാണ് ഫെലോപ്പിയൻ ട്യൂബിൽ ധാരാളം അടവുകൾ ഉണ്ടാകുന്നത്. എള്ളും മല്ലിയും തിളപ്പിച്ച് വെള്ളം ധാരാളം കുടിക്കുക, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, പുറമേ നല്ലെണ്ണ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കുക, അണ്ഡവാഹിനി കുഴലുകളിലെ കോശങ്ങളുടെ സീലിയകളുടെ ചലനക്കുറവ്, അണ്ഡവാഹിനി കുഴലുകളിലെ കോശങ്ങളുടെ സീലിയകളുടെ ചലനശേഷി കുറവ്, ബീജസങ്കലനം നടന്ന അണ്ഡത്തെ ഗർഭാശയത്തിന്റെ അകത്തെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഗർഭാശയ മുഖത്തുണ്ടാകുന്ന മാംസാങ്കുരങ്ങൾ, മുഴകൾ, നെബോത്തിയൻ സിസ്റ്റ്, ശുക്ലം ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാവുകയും അത് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നടക്കാത്തത് മൂലമുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം തുടങ്ങിയ അവസ്ഥകളും വന്ധ്യതയുടെ മറ്റ് കാരണങ്ങളാണ്. വന്ധ്യത സ്ത്രീയിലായാലും പുരുഷനിലായാലും ഔഷധ സേവയ്ക്കൊപ്പം പഞ്ചകർമ്മ ചികിത്സയും വേണം. സ്ത്രീകളിൽ പ്രത്യേകിച്ചുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള വസ്തി ഏറെ പ്രയോജനപ്രദമാണ്. അമിതവണ്ണം കുറയ്ക്കുന്നതിനും പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനും ഇത് സഹായകരമാണ്. അനുയോജ്യ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള സ്നേഹപാനം, പുറമേ തൈലം പുരട്ടിയുള്ള അഭ്യംഗം എന്നിവ ചെയ്ത ശേഷം വിധിപ്രകാരം വിയർപ്പിച്ച് വമനം, വിരേചനം, വസ്തി തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകൾ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യണം. എങ്കിലേ വന്ധ്യതയ്ക്കുള്ള ആയുർവേദ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ.
മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.